SDP മാർച്ച് നടത്തുന്നേ. അതെങ്ങനെ SDP മാർച്ച് നടത്തുന്നത്? കോൺഗ്രസ് ജയിച്ചപ്പോൾ അതെവിടുത്തെ പരിപാടിയാണ്? കോൺഗ്രസ് ആണ് ജയിച്ചത്, SDP ആണ് മാർച്ച് നടത്തിയത്. അവിടെ നിന്നേക്കായി വലിയ സംവിധാനമാണ് ഞങ്ങൾ. ഈ വെളിച്ചത്ത് പെരുന്നയിലേക്കും കണിച്ചുളങ്ങരയിലേക്കും മതമേലധ്യക്ഷന്മാർക്ക് കൈകൊടുക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ രാത്രി ഇരുട്ടത്ത് ഭീകരവാദികൾക്ക് കൈകൊടുക്കാൻ പോകുന്നതിന്റെ ഫലമാണ് പാലക്കാട് ഇപ്പോൾ അനുഭവിക്കുന്നത്. ചേട്ടാ, കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ശ്യാമിനെ കാണാനില്ല, ശ്യാം ഒളിച്ചോടി, BJP പരാജയപ്പെട്ടതോടെ ശ്യാം ഒളിച്ചോടി എന്നൊക്കെയാണ് കിംവദന്തികൾ ധാരാളമായി നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റുകളായിട്ട് പ്രചരിക്കുന്നത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ചേട്ടൻ എവിടെയാണ് ഒളിച്ചിരുന്നേ? എൻ്റെ വണ്ടി വീണ്ടും ഇവിടെ വെച്ച് ഇടിച്ചു. പത്തനംതിട്ട കോന്നിയിൽ വെച്ച് വണ്ടി ഇടിച്ചായിരുന്നു. വണ്ടി ഇടിക്കുന്ന തുടർച്ചയായിട്ട് ഉണ്ടാവാറുണ്ട്. അതെന്താണ് ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാതെ റോഡിലേക്ക്? അല്ല, എന്നെ നോട്ടിട്ട് വെച്ചേക്കാണല്ലോ, കുറേ കാലങ്ങളായി എന്നെ നോട്ടിട്ട് വെച്ചിരിക്കുക അവർ. അപ്പോൾ എന്നെ ആദ്യം ഇടിക്കുന്നത് ബ്ലാക്ക് ബീച്ച് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിൻ്റെ വാർത്തയിലാണ്. ബ്ലാക്ക് ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല ഉള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ ഇവർ സീ വാളിൽ കൺസ്ട്രക്ഷൻ നടത്തി. അതായത് കടൽ ഭിത്തിയില്ലേ, അതിൽ കയറി കൺസ്ട്രക്ഷൻ നടത്തി. ഞാൻ അവിടെ പോയിട്ട് റൂം എടുത്തു, ബ്ലാക്ക് ബീച്ചിൽ പോയി റൂം എടുത്തു. എന്നിട്ട് രാത്രിയിൽ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് പോയി നമ്മൾ മറ്റേ വിഷ്വൽ എടുത്തു, റിപ്പോർട്ടറായിരിക്കുമ്പോൾ. അങ്ങനെയാണ് ആ സാധനം പുറത്ത് വരുന്നത്. ഭയങ്കര വാർത്തയായിരുന്നു. അതിൻ്റെ പേരിൽ അവിടെ ഹർത്താൽ നടന്നു. അതായത് ആ റിസോർട്ട് അടിച്ചു ചേർത്തു. DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും അവിടെ അടിച്ചു ചേർത്തളഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ഹർത്താൽ നടന്നു. അന്ന് ഉച്ചയ്ക്കാണ് 2:18 വണ്ടി ഇടിക്കുന്നത്. അങ്ങനെയാണ് ഈ കൈക്ക് വിറയലായത്. നല്ല ഇടിയായിരുന്നു. വണ്ടി ഇടിച്ച് പൊളിച്ചോളത്. എങ്ങനെയായിരുന്നു ഇടിച്ച്? 5 തെങ്ങി വെച്ചിട്ട് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ട്രിവാൻഡ്രം പോകാൻ ഏറ്റവും എളുപ്പവും നമുക്ക് ആറ്റിങ്ങൽ വഴി, വർക്കലയിൽ നിന്ന് ആറ്റിങ്ങൽ വഴി പോകാൻ പറ്റും. പക്ഷേ ഞാനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തെങ്ങ് വഴി, അതായത് തീരപ്രദേശം പിടിച്ച് പോയി. അങ്ങനെ വണ്ടി ഇടിച്ചു. അവിടെ കൊണ്ടുവച്ച് ആ വണ്ടി എന്നെ കുറേ നേരമായിട്ട് ഫോളോ ചെയ്യുന്ന വണ്ടിയാണ്. എന്ത് വണ്ടിയായിരുന്നു? വലിയ വണ്ടിയാണ്, ഐഷറിൻ്റെ വണ്ടിയായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് ഇടിച്ച് തകർത്ത് തന്നു. അങ്ങനെ ഈ കൈക്കും കാലിനൊക്കെ, അങ്ങനെയാണ് ഈ കൈയും കാലും ഒക്കെ പോയത്. അപ്പോൾ ഇടിച്ച് പരിക്കേറ്റു. നമ്മൾ 4 സർജറി കടന്നു. ഇടുപ്പിൽ, കാലിൽ, തുടയിൽ ഒക്കെ സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നുണ്ട് ഞാൻ മുങ്ങിയെന്ന്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കേണ്ടതായിരുന്നു. ഞാൻ അപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, ക്രോസ് വോട്ടിംഗ് നടന്നില്ലെങ്കിൽ ജയിക്കും. ഞാനതേ പറഞ്ഞുള്ളൂ. ക്രോസ് വോട്ടിംഗ് നടന്നു. നമ്മളതിൻ്റെ തലേ ദിവസം ഒരു വിലയിരുത്തൽ നടത്തിയതിലും നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ക്രോസ് വോട്ടിംഗ് നടന്നില്ല എങ്കിൽ പാലക്കാട് BJP ജയിക്കും. ക്രോസ് വോട്ടിംഗ് നടന്നു. ഇവർക്ക് മതമാണെന്നേ, മതം ഇവരുടെ തലയിൽ മുഴുവൻ മതം കയറിയിരിക്കുകയാണ്. അല്ല, ഒരു മതേതരത്വ പാർട്ടിയായ കോൺഗ്രസ് അവിടെ SDPIയുടെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയും ഒക്കെ വോട്ട് തേടുന്ന സാഹചര്യമുണ്ടായി. വിജയാഘോഷത്തിലടക്കം SDPI പ്രവർത്തകർ അവർ വിജയാഘോഷം നടത്തിയപ്പോൾ SDP അല്ലേ ഇവിടെ വിജയാഘോഷം നടത്തിയത്? അതെ. എങ്ങനെ കോൺഗ്രസ് ജയിച്ചപ്പോൾ എങ്ങനെ SDPIയുടെ ഇത് നടത്തുന്നത്, ജാഥ നടത്തുന്നത്? SDPIയായിട്ട് സഖ്യമുണ്ട്. എടാ മോനെ, നിങ്ങൾക്ക് മതമാണ്, നമുക്ക് മതമില്ല. ഞങ്ങൾക്ക് മതം ഉണ്ടായിരുന്നെങ്കിൽ, മതത്തിൻ്റെ ചിന്താഗതി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴേ തോറ്റേനെ. നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് മതം ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ ഹിന്ദുവാണ്, ഞാനൊരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് ഹിന്ദു എന്ന് പറയുന്ന മതത്തെക്കുറിച്ച് ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജയിക്കില്ല ഇവിടെ. ഞങ്ങൾക്ക് മതമില്ലടാ, ഞങ്ങൾ മതേതരത്വമായിട്ടാണ് ചിന്തിക്കാൻ തയ്യാറാവുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ജയിക്കുന്നത്. ഞങ്ങൾക്ക് മതമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജയിക്കുന്നത്. ഞങ്ങൾക്ക് മതമില്ല. എനിക്ക് അഭിഷേകനും ഇവിടെ നിന്ന് സംഘി എന്ന് വിളിക്കുന്നവന്മാർക്കും ഇവന്മാർക്കൊന്നും മതമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജയിക്കുന്നത്. അല്ലേ ജയിക്കുമോ? ചുമ്മാ ഇരിക്കണം. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം
മതത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തോറ്റേനെ. നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള ഒരു അവസരവും ഞങ്ങൾ തരില്ലായിരുന്നു. ഞങ്ങൾക്ക് മതവുമില്ല, ഞങ്ങൾ മതേതരമായിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത്. ഇപ്പോഴും കോൺഗ്രസ് ആണ് മതേതരത്വം എന്ന മുഖം മൂടി വെച്ചുകൊണ്ട് ഈ മറ്റ് ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിലൂടെ വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ പാലക്കാട് നടന്നിട്ടുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. നമ്മളിപ്പോഴും എന്താ പറയുക, അടിമത്വമാണ്. ഇപ്പോഴും അടിമത്വമാണ്. നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ കുട്ടികൾ എല്ലാവരും അടിമത്വമായിട്ടാണ് ജീവിക്കുന്നത്. നമുക്കൊരു എന്താ പറയുക, ഒരു ഇതുമില്ല. നമ്മളങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നീ ഒന്നും ഇവിടെ ജയിക്കില്ല. നിന്നെ ഒന്നും ജയിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നിന്നെ ഒന്നും ജയിപ്പിക്കാനുള്ള സമയം പോലും നമ്മൾ തരില്ല. 8:30 നീയൊക്കെ തോക്കും. രാവിലെ 8:30 ബാലറ്റ് എണ്ണുന്ന സമയത്ത് 8:30 പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞാൽ നീയൊക്കെ തോറ്റു പോകും. നമ്മൾ തോപ്പിക്കും. നമ്മൾ ചെയ്യാത്തത് നമ്മുടെ എന്താ പറയുക, മതേതരമായി ചിന്തിക്കാനുള്ള ഹിന്ദു മനസ്സാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്ന വർഗീയതയാണെങ്കിൽ ആ വർഗീയതയാണെന്ന് ഞാൻ കൂട്ടിക്കോ. നീയൊക്കെ കൂട്ടിക്കോ വർഗീയതയാണെന്ന്. അത് തന്നെ വെച്ചോ, മനസ്സിൽ വെച്ചോ. എന്നിട്ട് വെച്ചിട്ട് 8 മടക്കി പോക്കറ്റ് വെച്ചോ. പറയുന്ന വർഗീയതയാണെങ്കിൽ നീയൊക്കെ 8 മടക്കി പോക്കറ്റ് വെക്ക്. ഞാൻ പറയുന്നു, നമ്മൾ ആ ലെവലിൽ ചിന്തിച്ചിരുന്നെങ്കിൽ നീയൊക്കെ തോറ്റുപോയനെ. എന്നിട്ട് നീയൊക്കെ SDP ഇവിടെ മാർച്ച് നടത്തി. അവന്മാരവിടെ മാർച്ച് നടത്തി ജയിച്ചിട്ട്. ചേട്ടാ, ഈ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. നമ്മുടെ പലപ്പോഴും ഈ ബലിദാനികളുടെ കഥകൾ പറയുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗം കുറേ ആളുകൾ പോപ്പുലർ ഫ്രണ്ടിനെ പിന്താങ്ങി അനുകൂലിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അഭിഷേകേ, ഞാനൊരു കാര്യം പറയട്ടെ. പറയട്ടെ, യവന്മാര് പറയട്ടെ, നമ്മൾ ഇനിയും പറയും. രാജ്യത്ത് ഇത്ര വലിയൊരു സംഘടനയെ നിരോധിച്ചിട്ടും അതിന്റെ ചില കണികകൾ അവശേഷിക്കുന്നുണ്ട്. ഭാവം മറന്നിട്ടില്ല. യവന്മാരുടെ ഒരു മനസ്സിലൊരു ചിന്താഗതിയുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. അപ്പോൾ അവൻ എന്നെ കഴിഞ്ഞ ഒരു 6 ദിവസം മുമ്പാണെന്ന് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു, നീ ഇത്രയും വലിയ വർഗീയവാദിയായിരുന്നല്ലേ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, നീ ഇത്രയും വലിയ വർഗീയവാദിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആണടാ, നമ്മൾ ഇത്രയും കാലം മിണ്ടാതിരുന്നതാണ്. നീയൊക്കെ കാട്ടിക്കൂട്ടി തുടങ്ങിയപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്. ഒരു സൈഡിൽ നിന്ന് നീയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളും തുടങ്ങി. നീയൊക്കെ പറഞ്ഞാൽ നമ്മളും പറയും. ഇനി അങ്ങോട്ട് നമ്മൾ പറയും. ഇനി അതിനകത്ത് കോൺഗ്രസ് ജയിച്ചാൽ എങ്ങനെ അഭിഷേകേ SDP മാർച്ച് നടത്തുന്നത്? ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും സഖ്യം ഉണ്ടായിരുന്നു? ഇല്ല. എങ്ങനെ SDP മാർച്ച് നടത്തുന്നത്? കഥ എന്താ ഇത്? എടാ മോനെ, നീയൊക്കെ നിർത്തിക്കോ. ഇനി നമ്മൾ ചിന്തിക്കും. ഞാൻ CPMൻ്റെ ഭാഗമായി നിന്ന DYFIയുടെ നേതാവായിരുന്ന SFIയുടെ നേതാവായിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാനുള്ള അവസ്ഥ നീയൊക്കെ എത്തിച്ചെങ്കിൽ ബാക്കിയുള്ളവരും ചിന്തിക്കും. അതിനധികം സമയം വേണ്ട. ഞങ്ങളുടെ ഫാമിലി മുഴുവൻ CPM ആയിരുന്നു. മൊത്തം മാറി. എന്താ കാരണം? ഇതാണ് അവസ്ഥ. യവന്മാർ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. ഇവന്മാർ. പിന്നെ നമ്മൾ ചിന്തിച്ചാൽ എന്താ പ്രശ്നം? എന്താ ഇനി നമ്മൾ ചിന്തിക്കും. ചേട്ടനെ എങ്ങനെ ഒറ്റപ്പെടുത്താൻ? ഞങ്ങളുടെ ഏരിയ അതാണ്. ഞങ്ങളുടെ ഏരിയയിൽ ഈ മുസ്ലിം ഭൂരിപക്ഷമാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അറിയാമല്ലോ. തിയറി അറിയാമല്ലോ. ഫിസിക്സാണ്. ഏത് പ്രവർത്തനത്തിനും അതിന് തുല്യമായിട്ടുള്ള പ്രതിപ്രവർത്തനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. നമ്മളതിൽ നിന്നാണ് വന്നത്. നീയൊക്കെ ചെയ്തതിനകത്ത് നമ്മളിപ്പോൾ തിരിച്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഉണ്ടാവും. പ്രതിരോധം അത് നമുക്കുണ്ട്. നിനക്ക് മാത്രമല്ല. നീയൊക്കെ നിനക്ക് പാലക്കാട് ജയിച്ചപ്പോൾ നിനക്കവിടെ SDP മാർച്ച് നടത്താൻ പറ്റുമെങ്കിൽ ഞങ്ങളിവിടെ നടത്തും. നമ്മളും നടത്തും.
നീയൊക്കെ നടത്തുന്നതിൻ്റെ അപ്പുറം നമ്മൾ നടത്തും. ഈ രാജ്യത്ത് ഞങ്ങളുള്ളത് കൊണ്ടാണ് നീയൊക്കെ നേരെ ചുവേ നിൽക്കുന്നത്, അല്ലേ? ഞങ്ങളുള്ളത് കൊണ്ടാണ് നീയൊക്കെ നേരെ ചുവേ നിൽക്കുന്നത്. നീയൊക്കെ ആയിരുന്നെങ്കിലോ? ബംഗ്ലാദേശ് എന്താ, നമ്മുടെ കുട്ടികൾ എത്ര പേരെ അവന്മാർ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്ത്, എത്ര പേരെ കൊണ്ടുപോയി? നീയൊക്കെ ചെയ്യാമെങ്കിൽ ഞങ്ങളും ചെയ്യും. ഞങ്ങൾ റേപ്പ് ചെയ്യോ പീഡിപ്പിക്കുകയോ അങ്ങനൊന്നും ചെയ്യില്ല. നീയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവകാശി ഞങ്ങളാണ്. ഇതൊരിക്കലും ഒരു സമുദായത്തിനെതിരെ പറയുന്നതല്ല, വർഗീയപരമായി ചിന്തിക്കുന്ന ഭീകരവാദികൾക്ക് നേരെ പറയുന്നതാണ്. ചെയ്യൂടാ, നീയൊന്നും ഇവിടെ നിന്ന് നിൽക്കാനുള്ള ഇത് ഈ രാജ്യം ഞങ്ങളുടെയാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കാമെങ്കിൽ മാത്രം നീയൊക്കെ നിന്നാൽ മതി. ഇല്ലേ പോക്കൂ, ഇല്ലേ വിട്ടു. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുക. എത്രയായി ഇവന്മാർ എന്തൊക്കെയവന്മാർ കാട്ടിനകത്ത് ആഭ്യന്തരമായി തീവ്രവാദം വളർത്തുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു തത്വം. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടായത്. അതിനുശേഷമോ ഇപ്പോഴും ഈ കമൻറ്റുകളായി വരുന്ന അനുഭാവങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ഈ കമൻറ്റ് ചെയ്ത് ഇവന്മാർ എത്ര കമൻറ്റ് ചെയ്ത് ഇവന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഒരു വിർച്വലായിട്ടുള്ള ഒരു ലോകത്ത് അവർക്ക് അഭിപ്രായം പറയാം, പക്ഷെ പുറത്തേക്ക് ഇറങ്ങി എന്നെ കൊണ്ടു അടച്ചു പൂട്ടും അമ്മാരെ. നമ്മുടെ അടുത്തൊന്നും ഞാൻ ഇപ്പോഴും കമൻറ്റുകൾ പോലും എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിനോട് അനുഭാവമുള്ള ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടുന്ന കമൻറ്റുകൾ പോലും എന്നെ ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അല്ല, അമ്മാർ ചെയ്യട്ടെ. നമുക്കിപ്പോൾ എത്ര അഭിഷേകിനും എനിക്ക് എന്തുമാത്രം തെറി വരുന്നുണ്ട്. അഭിഷേക് ഞാനോടിരിക്കുന്ന ചർച്ചയിൽ ഇഷ്ടം പോലെ തെറി വരുന്നുണ്ട്, ഇല്ലേ? ഉറപ്പായിട്ടും ഇഷ്ടം പോലെ വരുന്നുണ്ട്. കൈയും കണക്കില്ലാതെ തെറിയാ വന്നുകൊണ്ടിരിക്കുന്നത്. വരട്ടെ, ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇനി എത്ര കമൻ്റ് ഇട്ടാലും എത്ര തെറി പറഞ്ഞാലും നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ മതേതരമായിട്ട് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത്. ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇതെനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ രാഷ്ട്രീയം വിട്ടത്. CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയം വിടാനുള്ള കാരണം ഇവിടുത്തെ ഈ തട്ടിപ്പ് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് മതേതരത്വം പ്രസംഗിച്ച് മതഭീകരവാദത്തിനൊപ്പം കൂടുന്ന ഒരു കപടത, ഈ വ്യാജത നിർത്തിക്കോ. ഇനി നടക്കില്ല, ഇനി ഇത് നടക്കില്ല. ഞാൻ നാളെ ഒരു കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും, യവന്മാരെ നമ്പരുതെന്ന്. ഭീകരവാദികൾ യവന്മാരെ നമ്പരുതെന്ന് പറഞ്ഞു കൊടുക്കും. പോരെ? അത് എന്നെ ആ ലെവലിലാക്കിയെടുത്തത് ഇവന്മാരാണ്. എന്നെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ച ഇവന്മാരാണ്. പോരെ? ഇതിൽ കൂടുതലൊന്നും പറയില്ല. നീയൊക്കെ എന്ത് ചെയ്താലും നീയൊക്കെ ഇനി ഏത് ലെവലിൽ വന്ന് നിന്ന് മതേതരം പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഇവിടുത്തെ നിങ്ങൾക്ക് മാത്രമാണോ വോട്ട് ബാങ്ക്? ഞങ്ങൾക്കും ഉണ്ടോ? ഞങ്ങൾക്കും ഉണ്ട്. ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, ഇവിടുത്തെ SNDP എന്ന് പറയുന്ന സംവിധാനം ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നീയൊക്കെ അതോടുകൂടി വീണു, മൂക്കും കുത്തി താഴെ പോവും. ഇവിടുത്തെ SNDP NSS എന്നൊക്കെ പറഞ്ഞിട്ടേ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നീയൊക്കെ മൂക്കും കുത്തി താഴെ വീഴും. അതുകൊണ്ട് വേണ്ട, ആ കളി അവിടെ അവസാനിപ്പിച്ചേര്. ഞങ്ങൾ ഇവിടെ അടങ്ങിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള അവസരം. ഈ വെളിച്ചത്ത് പെരുന്നയിലേക്കും കണിച്ചുളങ്ങരയിലേക്കും മതമേലധ്യക്ഷന്മാർക്ക് കൈകൊടുക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ രാത്രി ഇരുട്ടത്ത് ഭീകരവാദികൾക്ക് കൈകൊടുക്കാൻ പോകുന്നതിൻ്റെ ഫലമാണ് പാലക്കാട് ഇപ്പോൾ അനുഭവിക്കുന്നത്. SDP മാർച്ച് നടത്തുന്നേ. അതെങ്ങനെ SDP മാർച്ച് നടത്തുന്നത്? കോൺഗ്രസ് ജയിച്ചപ്പോൾ അതെവിടുത്തെ പരിപാടിയാ? അഭിഷേക് ഒന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസ് ആണ് ജയിച്ചത്, SDP ആണ് മാർച്ച് നടത്തിയത്. അടാ, നിന്നേക്കായും വലിയ സംവിധാനമാണ് ഞങ്ങൾ. നിന്നേക്കൊക്കെയും വലിയ സംവിധാനമാണ് ഞങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് നിൻ്റെയൊക്കെ സമാധാനം. നീയൊക്കെ അവിലും മലരും കുന്തിരക്കോ എന്നൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങളിവിടെ അടങ്ങിയിരിക്കുന്നുണ്ടാ. ഞങ്ങളിവിടെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിനക്കൊക്കെ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. വെറുതെ ഇളക്കാൻ നിൽക്കരുത്. എന്തായാലും പാലക്കാട് ഫലം ആത്യന്തികമായി ഈ
മതേതരത്വം പ്രസംഗിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു കപടത കൂടിയാണ് തുറന്നു കാണിക്കപ്പെടുന്നത്. എന്തായാലും ഭീകരവാദികളുടെ വോട്ട് വാങ്ങി ജയിക്കേണ്ട ഗതികേട് തൽക്കാലം അവിടുത്തെ മറ്റ് പാർട്ടികൾക്കില്ല. അത് വാങ്ങിയവർ അതിൻ്റെ ഫലം അനുഭവിക്കും. കാലത്തിനനുസരിച്ച് അതിനുള്ള തിരിച്ചടിയും അവർക്ക് ലഭിക്കും എന്നത് ഉറപ്പാണ്.